ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. NMMS എക്സാമുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്രയിലൂടെ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആര്? മെഗല്ലൻ. തോൽക്കാപ്പിയം എന്ന ഗ്രന്ഥം ഏത് വിഭാഗത്തിൽ പെടുന്നു? വ്യാകരണ ഗ്രന്ഥം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹം ഏതു വർഷത്തിലായിരുന്നു? 1924. രാജ്യസഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉത്തരം ഉപരാഷ്ട്രപതി. കോശ കേന്ദ്രമായ ന്യൂക്ലിയസിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം റോബർട്ട് ബ്രൗൺ. ആന പരാഗണകാരിയായി പ്രവർത്തിക്കുന്നത് ഏതു സസ്യത്തിൻ്റെ പരാഗണത്തിനാണ്? ഉത്തരം റഫ്ലേഷ്യ. ലോകമാന്യ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ബാലഗംഗാധര തിലക്. തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത്. വെങ്കലയുഗ കാലത്ത് ചൈനയിൽ വളർന്നു വന്ന സംസ്കാരം ഏതു നദീതീരത്തായിരുന്നു? ഹൊയാങ്ഹോ നദീതീരത്ത്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജെയിംസ് വാട്ട്. ജെയിംസ് വാട്ട് ആണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത്. ശിലായുഗ മനുഷ്യന്റെ തെളിവ് ലഭിച്ച ഇന്ത്യയിലെ ഭീംബേഡ്ക ഗുഹ ഏതു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മധ്യപ്രദേശ്. അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? കച്ചവട സംഘങ്ങളെ സൂചിപ്പിക്കുന്നു. 2014 മലാല യൂസഫ്സായിയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനായ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? ഉത്തരം കൈലാസ് സത്യാർത്ഥി. കൈലാസ് സത്യാർത്ഥിക്കാണ് 2014 മലാല യൂസഫ്സായിയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഭാസ്കരാചാര്യൻ. ഭാസ്കരാചാര്യനാണ് ലീലാവതി. ഇന്ത്യൻ ഭരണഘടനയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? അനുച്ഛേദം 360. മഴവില്ല് രാവിലെ കാണുന്നത് ഏതു ദിക്കിലാണ്? ഉത്തരം പടിഞ്ഞാറ്. 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. കപടപാദങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ജീവി? ഉത്തരം അമീബ. അമീബയാണ് കപടപാദങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ജീവി. ഇന്ത്യൻ പാർലമെന്റിലെ 2 സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി കാലയളവ് എത്രയാണ്? ഉത്തരം 6 മാസം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. കെ കേളപ്പൻ ആണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏത്? ഉത്തരം മുൻസിഫ് കോടതി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ദേശീയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഏതു സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ടാഗോർ ഉപേക്ഷിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. കോശം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് കോശം കണ്ടുപിടിച്ചത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം
സുഭാഷ് ചന്ദ്രബോസ്. ബിംബിസാരൻ ഏത് രാജവംശത്തിലെ ഭരണാധികാരിയാണ്? ഉത്തരം ഹര്യങ്ക രാജവംശം. ബിംബിസാരൻ ഹര്യങ്ക രാജവംശത്തിലെ ഭരണാധികാരിയാണ്. ലോക്സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉത്തരം സ്പീക്കർ. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഗവൺമെന്റിന്റെ ഘടകം ഏത്? ഉത്തരം നീതിന്യായ വിഭാഗം. ഉത്തരം നീതിന്യായ വിഭാഗം. കൊച്ചി ഭരിച്ചിരുന്ന സ്വരൂപം എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ്? പെരുമ്പടപ്പ് സ്വരൂപം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. കാലിബംഗൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം കറുത്ത വളകൾ. എടയ്ക്കൽ ഗുഹ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം വയനാട്. എടയ്ക്കൽ ഗുഹ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. പൂക്കൾ, ഇലകൾ, പഴങ്ങൾ എന്നിവയുടെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു എന്ത്? ഉത്തരം സാന്തോഫിൽ. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏത്? ഉത്തരം ആഗ്നേയശില. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? ഉത്തരം ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനാണ് മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത്. ദത്തവകാശ നിരോധന നിയമം റദ്ദ് ചെയ്തത് ആരാണ്? ഉത്തരം കാനിങ് പ്രഭു. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഗാന്ധിജി ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയത് ഏതു സമരവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന്? ഉത്തരം മാർച്ച് 8. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം? മേഘാലയയിലെ മൗസിൻഡം. ഉത്തരം മേഘാലയയിലെ മൗസിൻഡം. ലോക മണ്ണുദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 5. നിലവിൽ ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. ഓം ബിർളയാണ് ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ. ശബ്ദത്തിൻ്റെ പ്രതിഫലനം ഉപയോഗപ്പെടുത്തി സഞ്ചരിക്കുന്ന ജീവി ഏത്? ഉത്തരം വവ്വാൽ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത മഹാൻ ആര്? BR അംബേദ്കർ. ത്രിപീഠിക ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ത്രിപീഠിക എന്നത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മധ്യകാലഘട്ടത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക് ഭരണം കാര്യക്ഷമമാക്കുന്നതിന് തലസ്ഥാനം ഏതു സ്ഥലത്തേക്കാണ് മാറ്റിയത്? ഉത്തരം ദേവഗിരി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരെന്താണ്? കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി. കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി. അന്തരീക്ഷ താപനില അളക്കുന്നതിനുള്ള ഉപകരണം എന്ത്? ഉത്തരം തെർമോമീറ്റർ. നിലവിൽ ഇന്ത്യയുടെ രാജ്യസഭാ അധ്യക്ഷൻ ആര്? ഉത്തരം വെങ്കയ്യ നായിഡു. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത്? ജയ്സാൽമീർ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം പുന്നമടക്കായൽ. ഉത്തരം പുന്നമടക്കായൽ. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. കോശങ്ങൾക്ക് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശ അംഗം ഏത്? ഉത്തരം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം ഏത്? ഉത്തരം കർണാടക. ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ എന്നിവയുടെ ഓറഞ്ച് നിറത്തിന് കാരണം എന്താണ്? ഉത്തരം
കരോട്ടിൻ. ഉത്തരം കരോട്ടിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആവുന്നത് ആര്? ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഉത്തരം ബംഗ്ലാദേശ്. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം എഴുതി രംഗത്ത് അവതരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം വി.ടി. ഭട്ടതിരിപ്പാട്. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഉത്തരം ന്യൂട്ടൺ. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വത നിര ഏത്? സിവാലിക് പർവ്വതനിര. റുബായിയാത്ത് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഓമർ ഖയ്യാം. ഓമർ ഖയ്യാമാണ് റുബായിയാത്ത് എന്ന ഗ്രന്ഥം രചിച്ചത്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആര്? എം.കെ. ഷ്ലീഡൻ. ലാസ്കോ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം ഫ്രാൻസ്. താങ്ക് യു.